കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പുള്ളിക്കാരൻ ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതായത് ഹോം പേജ് സെറ്റാണ്, പക്ഷേ ഈ മെനു മാത്രം മൊബൈൽ മെനു ആക്കി ഒന്ന് തരാമോ എന്ന്. ഇപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കാരൻ ചെയ്തത് ഇങ്ങനെയാണ് ഇപ്പോൾ മൊബൈലിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ കോഡൊക്കെ പുള്ളി തന്നെയാണ് എഴുതിയത്. ഇതൊക്കെ പുള്ളിയാണ് എഴുതിയത്, സ്വന്തമായിട്ട് എഴുതിയാണ്. പിന്നെ CSSും പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു മൊബൈൽ മെനു ആക്കുന്നത് എങ്ങനെയാണെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ പുള്ളിക്ക് ചെയ്തു കൊടുത്തത് ഇങ്ങനെയാണ്. ഇപ്പം നമ്മുടെ മൊബൈലിൽ വരുമ്പം ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ലോഗോ കാണാൻ പറ്റും, ഇവിടെ മെനു കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈലിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇതുണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു മെനു ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു മെനു ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ബ്രോ എഴുതിയ HTML നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം ഹെഡർ എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് പുള്ളി ഹെഡർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യം ഒരു ലോഗോ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോയാണ് നമ്മൾ ഈ കാണുന്ന ഈ ലോഗോ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ടോഗിൾ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടോഗിൾ ലോഗോ എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നീട് ഒരു ഷോ ഓർ ഹൈഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെനു ആയതുകൊണ്ട് ഞാനിവിടെ ഇതിന് മെനു എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ക്ലാസ് കൂടി ആഡ് ചെയ്തു. ഇങ്ങനെ ഷോയും ഹൈഡും ഒക്കെ ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. HTML നമുക്കിവിടെ മനസ്സിലായി. ഇനി നമുക്ക് പുള്ളി എന്താണ് CSSൽ എഴുതിയേക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ റീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോൺ ഫാമിലി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡർ സെക്ഷന്, അതായത് ഈ നമ്മുടെ ഒരു ഹെഡർ സെക്ഷന് ആ ഒരു പേരൻറ്റിന് പുള്ളി ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരേ ലൈനിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പുള്ളി ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പം അത് രണ്ടും ഒരേ ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ലോഗോയ്ക്ക് ഫോണ്ട് സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടോഗിൾ ലോഗോ എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ ടോഗിൾ ലോഗോയ്ക്കകത്ത് പുള്ളി ഒരു ഫോണ്ടോസമിൻ്റെ ഒരു ബാർസാണ് വിളിച്ചിട്ടുള്ളത്. അത് ഡിസ്പ്ലേ നണ്ണ് കൊടുത്തിരിക്കുകയാണ്. തൽക്കാലം നമുക്കതെടുത്ത് കളയാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതാണ് പുള്ളി കൊടുത്തിട്ടുള്ള ആ ഒരു ഫോണ്ടോസമിൻ്റെ ആ ഒരു ടോഗിൾ ബാർ എന്നുള്ളത്. അപ്പോൾ ഞാനതെടുത്ത് കളഞ്ഞു തൽക്കാലം. പിന്നെ ഹെഡർ സെക്ഷൻ ഈ ULന് പുള്ളി ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് വരാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടും ആ ഒരു CSSലുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ ഓക്കെയാണ്. ഡെസ്ക്ടോപ്പിൽ അപ്പോൾ നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരത്തെ പുള്ളി എഴുതി കൊടുത്ത ആ ഒരു കോഡ് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതായത് ടോഗിൾ ലോഗോ നമുക്ക് ഡിസ്പ്ലേ നണ്ണ് കൊടുക്കാം. കാരണം നമുക്കത് മൊബൈലിലാണ് വേണ്ടത്. അപ്പോൾ അത് പോയി. ഇനി നമുക്ക് ഇപ്പം ഡെസ്ക്ടോപ്പ് ഓക്കെയാണ്, ഡെസ്ക്ടോപ്പ് മെനു ഓക്കെയാണ്. അപ്പോൾ നമുക്ക് മൊബൈലാണ്. അപ്പോൾ മൊബൈൽ എന്ന് പറയുമ്പം ഇത്രയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മീഡിയ ക്വയറി എഴുതി കൊടുക്കാം. അതായത് @media max width 767 പിക്സലാണെങ്കിൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റ് എങ്ങനെയാണ് മൊബൈലിൽ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മീഡിയ ക്വയറി ഉപയോഗിക്കുന്നത്. അപ്പോൾ മീഡിയ ക്വയറിക്കകത്ത് മാക്സ് വിഡ്ത്തും ഉണ്ട്, മിൻ വിഡ്ത്തും ഉണ്ട്. അപ്പോൾ മാക്സ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 767 പിക്സൽ വരെ. നമ്മൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മോഡലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 767 പിക്സൽ വരെയാണ്. അപ്പോൾ നമ്മൾ പറയാണ് മാക്സ് വിഡ്ത്ത് 767 പിക്സൽ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ മീഡിയ ക്വയറിക്കകത്ത് എഴുതി കൊടുക്കുന്ന കോഡെല്ലാം നമ്മുടെ മൊബൈലിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടെ മിൻ വിഡ്ത്താണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ ഇപ്പം നമ്മൾ മിൻ വിഡ്ത്ത് 767 പിക്സലാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മാക്സ് വിഡ്ത്ത് കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു 767 പിക്സൽ വരെ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മിൻ വിഡ്ത്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനർത്ഥം 767 പിക്സൽ മുതൽ 767 പിക്സലിന് മുകളിലേക്കുള്ള എല്ലാ, അതായത് ഇപ്പം 767 പിക്സലിന് മുകളിൽ ആദ്യം വരുന്നത് ഐപാഡാണ്. പിന്നെ ഐപാഡ് പ്രോ വരും, പിന്നെ ഡെസ്ക്ടോപ്പ് വരും. അത് അവിടെ എല്ലാം എന്ത് വർക്ക് ചെയ്യും, ഈ മിൻ വിഡ്ത്തിനകത്ത് എഴുതി കൊടുക്കുന്ന വാല്യൂസ് വർക്കാവും. അപ്പോൾ മീഡിയ ക്വയറിയുടെ മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് മാക്സ് വിഡ്ത്ത് മാത്രം വെച്ചിട്ട്, നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഇതിനെ ഒരു മൊബൈൽ വ്യൂവിലൊരു മെനു ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മാക്സ് വിഡ്ത്ത് 767 പിക്സൽ വരെ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ എഴുതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തില്ലേ, അതിനെ നമുക്ക് ആദ്യം ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മളിനിയിപ്പം ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തു. ഓക്കെ അല്ലേ. ഇപ്പോൾ നോക്കണം, ഇവിടെ എന്ത് വന്നു, നമ്മളിപ്പോൾ
ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. കാരണം ആ 767 പിക്സലിലേക്ക് കടക്കുമ്പോൾ മാത്രമേ ഈ ഒരു ബാറ് നമുക്ക് എനേബിൾ ആവത്തുള്ളൂ. ഇപ്പം ഡെസ്ക്ടോപ്പിൽ അത് കാണത്തില്ല, കണ്ടോ? അതിനർത്ഥം ഈ ഒരു കോഡ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീഡിയ ക്വയറി നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മെനുവിനെ നമുക്ക് കളയണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഹൈഡ് ചെയ്യണം. അപ്പം പുള്ളി ഇവിടെ CSSൽ മുകളിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ഹെഡർ സെക്ഷൻ UL എന്നും പറഞ്ഞാണ്. കാരണം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഹെഡർ സെക്ഷൻ UL അല്ലേ? അപ്പോൾ ഞാൻ അതിന് ക്ലാസ് കൊടുത്തിട്ടുണ്ട് മെനു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആ മീഡിയ ക്വയറിക്കകത്ത് നമ്മൾ എഴുതി കൊടുത്തു ഹെഡർ സെക്ഷൻ ഡോട്ട് മെനു. ഞാൻ എന്ത് ചെയ്തു? തൽക്കാലം ഞാൻ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ മെനു അവിടെ അപ്രത്യക്ഷമായി. പക്ഷേ നമ്മൾ ഡെസ്ക്ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇപ്പോഴും മെനുവിനെ കാണാൻ പറ്റും. നമ്മൾ മൊബൈൽ വ്യൂവിലേക്ക് വരുമ്പോൾ നമുക്ക് മെനുവിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് മീഡിയ ക്വയറിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോഡ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടോഗിൾ ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെനു കാണുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഒരു 2 വരി ജാവാസ്ക്രിപ്റ്റ് കൂടി നമുക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെനു എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഹൈഡ് ചെയ്തില്ലേ, ഈ മെനുവിൻ്റെ കൂടെ ഞാനൊരു ക്ലാസ് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈസ് ആക്റ്റീവ് എന്നെഴുതി കൊടുത്തു. ഇപ്പോൾ ഈ മെനുവിൻ്റെ കൂടെ ഈസ് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് വരുമ്പോൾ നമ്മുടെ ആ മെനു കാണുവാൻ സാധിക്കണം. ഈസ് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മെനു അപ്രത്യക്ഷമാകണം. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുത്ത ഈ ഒരു ഈസ് ആക്റ്റീവിനെ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ നണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് ഹെഡർ സെക്ഷൻ ഡോട്ട് മെനു. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ് വരികയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹെഡർ സെക്ഷൻ മെനു അതിൻ്റെ കൂടെ തന്നെ ഈസ് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് വരികയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ നമ്മൾ ബ്ലോക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലോക്ക് ആക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മെനു ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഈസ് ആക്റ്റീവ് നമ്മൾ ഇവിടുന്ന് കളയുമ്പോൾ മെനു പോയി. ഇനിയിപ്പം ഈസ് ആക്റ്റീവ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ മെനു വന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇനി നേടിയെടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ തൽക്കാലം CSS ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റിൽ എനിക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ടോഗിൾ ബാറിനെയാണ്. കാരണം ഈ ഒരു ടോഗിൾ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ആക്ഷൻ നടക്കേണ്ടത്. അപ്പം ഞാൻ ആ ടോഗിൾ ലോഗോ എന്ന് പറയുന്ന അതിനെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ലെറ്റ് ടോഗിൾ ലോഗോ ഓക്കെ ഈസ് ഈക്വൽ ടു നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ക്വയറി സെലക്ടർ, അതിനകത്തേക്ക് നമ്മൾ ആ ക്ലാസ് കൊടുത്തു ടോഗിൾ ലോഗോ. അപ്പോൾ നമ്മളിപ്പം ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താ സെലക്ട് ചെയ്തത്? ഇവനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർക്കാണ് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഈ മെനുവിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ മെനുവിനെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു ലെറ്റ് മെനു ഈസ് ഈക്വൽ ടു നമ്മൾ പറയാണ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഈ ഡോക്യുമെൻറ്റിലാണ് നമ്മൾ ഇത് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഈ ക്വയറി സെലക്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്വയറി സെലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്ത ഏതെങ്കിലുമൊക്കെ ടാഗിനെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ CSSൽ നമ്മളിപ്പം ഈ ഹെഡർ സെക്ഷനെ നമ്മളിവിടെ എങ്ങനെ സെലക്ട് ചെയ്തത്? ഡോട്ട് ഹെഡർ സെക്ഷൻ എന്നല്ലേ കൊടുത്തത്? ഡോട്ട് ഹെഡർ സെക്ഷൻ എന്നാണ് കൊടുത്തത്. മെനുവിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്തത്? ഡോട്ട് മെനു എന്നാണ് എഴുതി കൊടുത്തത്. അപ്പോൾ അതവിടെ CSSൽ സെലക്റ്റായി. ഇനി നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഇപ്പോൾ ഇതിന് നമുക്ക് ID ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നിങ്ങൾക്കും പഠിക്കാൻ വെബ് ഡിസൈൻ എന്ന് പറയുന്ന സീരീസിൽ നമ്മളിപ്പോൾ CSS ആയിട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടറാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ഉള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇനി വേണ്ടത് ഡോട്ട് മെനു ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? അയാളെ സെലക്ട് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാണ് വരേണ്ടത്? അയാളെയും സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോഗിൾ ലോഗോ ഇല്ലേ, ഈ ടോഗിൾ ലോഗോ ഡോട്ട് നമുക്കൊരു ആഡ് ഈവൻറ്റ് ലിസ്റ്റണറിനെ വിളിച്ചു കൊടുക്കാം. അതായത് ഈ ടോഗിൾ ലോഗോയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഈവൻറ്റ് ലിസണർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചു കൊടുക്കാൻ പറ്റും. അതിനകത്തുള്ള ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലിക്കാണ്. ഓക്കെ, ആ ക്ലിക്കിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ എഴുതി കൊടുത്തു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അലേർട്ടിനകത്ത് ഞാൻ ക്ലിക്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ക്ലിക്ഡ് എന്നും പറഞ്ഞ് വന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ഡ് എന്നും പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് പോകുന്നു. അതിനർത്ഥം നമ്മൾ എഴുതി കൊടുത്ത ജാവാസ്ക്രിപ്റ്റ് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പം നമുക്കിവിടെ പോപ്പപ്പ് അല്ല വരേണ്ടത്. നമുക്ക് എന്താണ് വരേണ്ടത്? നമ്മുടെ ആ ഒരു മെനുവിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി മെനുവിനെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് മെനു ഡോട്ട് ക്ലാസ് ലിസ്റ്റ്. അതായത് ഈ മെനുവിൻ്റെ ക്ലാസ് ലിസ്റ്റ്. ഇപ്പം നമുക്ക് ഷോ ഉണ്ട്, ഹൈഡ് ഉണ്ട് അല്ലേ? അപ്പം ക്ലാസ് ലിസ്റ്റിനകത്ത് നമുക്ക് ഒന്നുകിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്കിവിടെ ക്ലാസ് ആഡ് ചെയ്യുകയും വേണം, അതേസമയം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പം ക്ലാസ് റിമൂവ് ആവുകയും വേണം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് TOGGLE, അതായത് ടോഗിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടോഗിൾ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? ഏത് ക്ലാസ് ആണോ ആഡ് ചെയ്യേണ്ടത്, ഏത് ക്ലാസ് ആണോ റിമൂവ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഈസ് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ്സാണ് അല്ലേ? കാരണം നമ്മളിവിടെ സ്റ്റൈലിനകത്ത് നമ്മളിവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈസ് ആക്റ്റീവാണ്. അതായത് മെനുവിൻ്റെ കൂടെ ഈസ് ആക്റ്റീവ് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ബ്ലോക്ക്, അല്ലെങ്കിൽ മെനു മാത്രമാണെങ്കിൽ ഡിസ്പ്ലേ നണ്ണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇവിടെ മെനു വന്നു. ഇനി ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മെനു പോയി. ക്ലിക്ക് ചെയ്തപ്പോൾ മെനു വന്നു, ക്ലിക്ക് ചെയ്തപ്പോൾ മെനു പോയി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇൻസ്പെക്ട് എലമെൻറ്റ് വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെനുവിൻ്റെ ക്ലാസ് എന്തൊക്കെയാണ്? മെനു, ഷോ, ഹൈഡ് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മെനു കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈസ് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് അതിനോടൊപ്പം ആഡായി അല്ലേ? ഇനി ഞാൻ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആ ക്ലാസ് പോയി. അതിനർത്ഥം ഈ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു ക്ലാസ് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്തു എന്നർത്ഥം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ഒരു മെനു പോലെ ആയിട്ടില്ല. ഇനി നമുക്ക് CSSലേക്ക് കിടക്കാം. അതായത് ആ ഒരു മെനുവിനെ ഞാൻ എന്ത് ചെയ്തു? മെനു കൊടുത്തു. അതിനുശേഷം ഞാൻ വിഡ്ത്ത് ഒരു 100% കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ബ്ലാക്ക് കൊടുത്തു. അതിനുശേഷം ഞാനൊരു പൊസിഷൻ അബ്സൊല്യൂട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ലെഫ്റ്റ് 0 കൊടുത്തു, റൈറ്റ് 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫുൾ സ്ട്രെച്ചിൽ വന്നു. ഇനി നമുക്ക് ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 30 പിക്സൽ കൊടുത്തു. ഓക്കെ, ടോപ്പ് വാല്യൂ അപ്പം കുറച്ചിട്ടൊന്ന് കൂട്ടി കൊടുക്കാം, ഒരു 50 പിക്സൽ കൊടുത്തു. ഓക്കെ, 50 പിക്സൽ കൊടുത്തു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ആ ഒരു മെനു എന്ന് പറയുന്നത് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇതുണ്ട്, പെട്ടെന്നാണ് ആ ഒരു മെനു വരികയും പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഇങ്ങനെ ഒരു മെനു മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ നണ്ണും ഡിസ്പ്ലേ ബ്ലോക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യുക? മെനു ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ഒന്ന് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഡിസ്പ്ലേ നണ്ണും ഡിസ്പ്ലേ ബ്ലോക്കും വെച്ചിട്ട് എന്ത് ചെയ്യല്ലേ? ആനിമേറ്റ് ചെയ്യരുത്. അത് ആനിമേഷൻ സംഭവിക്കുന്ന ഒരു സംഭവമല്ല ഈ ഡിസ്പ്ലേ നണ്ണും ബ്ലോക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് എക്സ് ഞാനൊരു -100% കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ എന്ത് പറ്റി? ഇപ്പോൾ നമുക്ക് ആ മെനുവിനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ സംഭവിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ -0% ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനല്ലേ. ഇപ്പോൾ ഞാൻ ഒരു 10% കൊടുക്കുമ്പോൾ കണ്ടോ, ഇത് ഉള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ ഹോം ചെറുതായിട്ടൊന്ന് കട്ടായി. ഇനിയിപ്പം 20% കൊടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഉള്ളിലേക്ക് പോയി. ഇനി നമ്മളൊരു 50% ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് വീണ്ടും ഉള്ളിലേക്ക് പോയി. കണ്ടോ, അപ്പോൾ ഞാനിവിടെ -100% കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ടോട്ടലി നമുക്ക് കാണുവാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ലെഫ്റ്റിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ മെനുവിൻ്റെ എപ്പോഴാണോ നമുക്ക് കാണിക്കേണ്ടത് ആക്റ്റീവ് വരുമ്പോഴല്ലേ, അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
അതിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പം ആ ഒരു പൊസിഷൻ നമ്മൾ 0 ആക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മുമ്പേ കണ്ട ഡിസ്പ്ലേ നണ്ണും ഡിസ്പ്ലേ ബ്ലോക്കും പോലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ആനിമേഷൻ വന്നിട്ടില്ല. അതിനുള്ള കാരണം നമ്മൾ ഇവിടെ എന്തെഴുതി കൊടുക്കണം, ഒരു ആനിമേഷൻ എഫക്റ്റ് എഴുതി കൊടുക്കണം. അതായത് ട്രാൻസിഷൻ എന്നാണ് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേര്. ട്രാൻസിഷൻ നമ്മളിപ്പം ആനിമേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന വാല്യൂ ആണ്. കാരണം ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് ആണ് നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നത് അല്ലേ, ട്രാൻസ്ഫോം ആണ് നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം എന്ന് ആദ്യത്തെ വാല്യൂ കൊടുക്കുക. പിന്നീട് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അതായത് രണ്ടാമത്തെ വാല്യൂ ഈസ് എന്നൊക്കെ ഉള്ള ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഈ ട്രാൻസിഷൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളത് ഈസ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ഫംഗ്ഷൻ എഴുതി കൊടുത്തു. ഇനി എത്ര സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ആനിമേഷൻ നടക്കേണ്ടത്? എനിക്കൊരു 0.3 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ആനിമേഷൻ നടക്കേണ്ടത്. ഞാൻ ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അതായത് നേരത്തെ ഹൈഡ് ചെയ്തിരുന്നത് ഇവിടെ എവിടെയായിരുന്നു അല്ലേ, അവിടുന്ന് ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു. കണ്ടോ, നമുക്കിനി ഇതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. നമുക്കിങ്ങനല്ല വരേണ്ടത്, താഴെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കിനി വന്നിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നേരത്തെ പുള്ളിക്കാരൻ ആ ഒരു UL എഴുതി കൊടുത്തത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്. അതായത് ഹെഡർ സെക്ഷൻ മെനുവിന് നമ്മൾ പുള്ളിക്കാരൻ എഴുതി കൊടുത്തത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്. നമ്മളത് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അത് താഴെയുള്ള ലൈനിൽ വരും. ഇനി നമുക്ക് ഒരു ഫൈനൽ സ്റ്റൈൽ കൂടി നമുക്ക് എഴുതി കൊടുക്കാം. അതായത് ULLIAക്ക് നമുക്ക് ഒരു പാഡിങ്, ഞാനൊരു ടോപ്പ് ബോട്ടം ഒരു 10 പിക്സൽ കൊടുത്തു. ഒരു ലെഫ്റ്റും ബോട്ടവും ഞാനൊരു 5 പിക്സൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്താൽ മാത്രമേ ആ ഒരു പാഡിങ് അവിടെ വർക്കാവുള്ളൂ. കാരണം A എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അപ്പോൾ ഇൻലൈൻ എലമെൻറ്റിനെ നമുക്ക് ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്ത് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആക്കിയാൽ മാത്രമേ ഈ പാഡിങ് വർക്കാവുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഒരു പാഡിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെനു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെനുവിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രൈവസി പോളിസി ഇവിടെ ഇങ്ങനെ ചേർന്ന് കിടക്കുമല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഞാനൊരു ബോട്ടം 0 കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഹൈറ്റ് ഒരു 80 വിൻഡോ ഹൈറ്റ് കൊടുത്തു. വിൻഡോ ഹൈറ്റ് അല്ല, വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. ഞാനൊരു 90 കൊടുക്കാം. ഒരു 90 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മെനു മൊബൈലിൽ വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. ഈ ഹോമും എബൌട്ടും കോൺടാക്റ്റും പ്രൈവസി പോളിസിയൊക്കെ ഓരോന്നായിട്ട് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എങ്ങനെയാണ് ഒരു മെനു പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു വീഡിയോ ആണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെനു ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെനു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അതും സിമ്പിളാണ്. അതായത് ഈ -100 എന്നുള്ളത് നമ്മൾ 100% ആയി കൊടുക്കുക. ഇവിടെ 100% ആയി കൊടുത്തതിന് ശേഷം ഞാനിവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ മെനു വരുന്നത് എവിടെ നിന്നാണ്, കണ്ടോ, റൈറ്റിൽ നിന്നാണ് വരുന്നത്. കണ്ടോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ടോപ്പിൽ നിന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഈ X എന്നുള്ളത് മാറ്റിയിട്ട് Y ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് -100 കൊടുക്കുക. ഓക്കെ, -100 കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കവറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം, ഒരു 150 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ ട്രാൻസ്ലേറ്റ് Y ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ട്രാൻസ്ലേറ്റ് Y നമ്മൾ 0% ആയി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് മെനു വരും. കണ്ടോ, ഇത് Z ഇൻഡെക്സ് കൊടുത്തത് മുകളിൽ നിർത്തണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലിക്കറിങ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കുറേ രീതിയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ മെനുവിനെ ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പം ഓടിച്ചിട്ടാണ് ഈ ഒരു കോഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ആനിമേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു മെനു നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുടക്കക്കാർക്ക് ഈ ഒരു മെനു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെലിഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.